സിറയ്യ നല്ല സിനിമയാണ് എന്ന് പറയുമ്പോൾ ഒരുപാട് പേരുടെ പെർഫോമൻസ് കൊണ്ട് വളരെ നല്ല സിനിമയാണ്. പിന്നെ നല്ല കഥയാണ്, നല്ല തിരക്കഥയാണ്. പിന്നെ എന്താ പറയുക, പെർഫോമൻസ് പറയാൻ വേണ്ടി ഇതിൽ നായകൻ എന്ന് പറഞ്ഞാൽ അക്ഷയ് കുമാർ എന്ന് പറഞ്ഞൊരു ചെറിയൊരു പയ്യനാണ്. പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മലയാളത്തിലെ കാതലൻ എന്നൊക്കെ സിനിമയിൽ, മലയാളത്തിലെ കാതലിൽ നമ്മുടെ നസ്ലൻ്റെ നായികയായിട്ട് അഭിനയിച്ച അനിഷ്മ നന്നായിട്ട് ആ നായിക കഥാപാത്രത്തെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വിക്രം പ്രഭു പോലീസ് വേഷത്തിലാണ്. പിന്നെ പുള്ളിയുടെ കൂടെ പോലീസുകാരായിട്ട് അഭിനയിക്കുന്ന അവരെല്ലാം എന്ന് പറയുമ്പോൾ നമുക്ക് ടച്ചിങ് ആയിട്ടുള്ള ഒരു നാട്ടിൻപുറത്തുള്ള ഒരു കഥ ഒരു ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഡയറക്ഷൻ, നല്ല കഥ, നല്ല തിരക്കഥ. പിന്നെ ഞാൻ സിനിമ കണ്ട് കുറച്ചായപ്പോൾ എനിക്ക് പെട്ടെന്ന് നമ്മുടെ മലയാളത്തിൽ 2015 ഒരു 10 കൊല്ലം മുമ്പ് പുറത്തിറങ്ങിയ വിനീത് ശ്രീനിവാസൻ്റെ ഒരു സിനിമയുണ്ട്, ഒരു സെക്കൻഡ് ക്ലാസ് യാത്രയെന്നും പറഞ്ഞ് ഒരു ജയിലിൽ കൊണ്ടുപോകാൻ വേണ്ടി 2-3 പോലീസുകാർ പോണതും എനിക്ക് ഇനി അതിൻ്റെ റീമേക്ക് ആണെന്നൊക്കെ എനിക്ക് തോന്നിപ്പോയി. ഞാൻ ഇതിൻ്റെ ട്രെയിലറൊന്നും കാണാം. പക്ഷേ ആ സിനിമയായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇത് വേറൊരു തരത്തിലുള്ള ഒരു സിനിമയാണ്. പിന്നെ നമ്മളെ കരയിപ്പിക്കുന്ന സിനിമ ചില സമയം നമ്മളെ പ്രത്യേകിച്ച് നമ്മൾ തമിഴ് സിനിമയിൽ സ്ഥിരം പറയുന്ന ഒരു ജാതി, രാഷ്ട്രീയം, മതം, തീവ്രവാദം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ടച്ച് ചെയ്ത് പറഞ്ഞു പ്രത്യേകിച്ച് ജാതി തിമിര് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക, ജാതി ദുരഭിമാന കൊല എന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞു പോകുന്നത്. എനിക്ക് പെട്ടെന്ന് തമിഴിലെ മൈന ആ സിനിമ പോലെയും പിന്നെ അങ്ങാടിത്തെരു ആ സിനിമയൊക്കെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും. അമ്മാതിരിയുള്ള നാടൻ കഥാപാത്രങ്ങളായിരുന്നു ഈ സിനിമയിൽ നായകനെയും നായികയും എല്ലാവരുടെ പെർഫോമൻസ്. പിന്നെ നമ്മൾ സ്ഥിരം നമ്മുടെ മലയാള സിനിമയിൽ ചില അമ്മ വേഷങ്ങളിൽ അഭിനയിക്കുന്ന രമ്യ എന്ന് പറയുന്ന ഒരു അമ്മ വേഷങ്ങളുടെ അഭിനയം, അവരിതിൽ അമ്മയായിട്ട്, ഈ നായകൻ്റെ അമ്മയായിട്ട് അവരങ്ങ് കസറിയിട്ടുണ്ട്. അത്ര ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പാട്ടുകളായാലും അതിൻ്റെ ഒരു നല്ല ഒഴുക്കുള്ള തിരക്കഥയായതുകൊണ്ടും നല്ല കഥയായതുകൊണ്ടും നല്ലൊരു മൂവിയാണ്. എനിക്കൊരു റേറ്റിംഗൊക്കെ ചോദിച്ച് ഞാൻ 10-9 കൊടുക്കും. അത്രയ്ക്ക് നല്ലൊരു മൂവിയാണ്. യാതൊരു ലാഗും ഇല്ലാതെ കാണാൻ പറ്റിയ നല്ലൊരു മൂവി.